പാലക്കാട് പുതുശ്ശേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ കണ്ടെത്തി. കാട്ടാനയെ തുരത്താൻ വേണ്ടി കുങ്കിയാനയെ എത്തിച്ചു. ഗോകുൽ VS വിശദാംശങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. കുങ്കിയാന എത്തിയ ഒരു ആനയാണോ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്? അവിടെ ദൗത്യം ആരംഭിച്ചോ? കുങ്കിയാനയുള്ള അഗസ്റ്റിൻ ധോണിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ധോണി അത് കാടിന് അകത്തേക്ക് സമീപത്തേക്ക് ആനയുള്ള ഭാഗത്തേക്കായി കുങ്കിയാന തിരിച്ചിട്ടുമുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ മേഖലയിലൂടെ ആയിരിക്കും ഒരുപക്ഷെ കുങ്കിയാന ആനയുടെ അടുത്തെത്തുകയാണെങ്കിൽ ഈ വഴി ആനയെ ഓടിച്ച് അതായത് കാട്ടിലേക്ക് കയറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഈ ദൗത്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആനയുള്ളത് ഈ കാടിൻ്റെ ഈ മലയുടെ അടുത്തുള്ള ഒരു ഭാഗത്താണെന്നുള്ളതാണ് വനംവകുപ്പ് സ്പോട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ അതിനുശേഷം ഈ വഴിയിലൂടെ ആനയെ അപ്പുറത്തേക്ക് കടത്തിവിടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കുങ്കിയാനയുള്ള അഗസ്റ്റിൻ എത്തിയിട്ടുണ്ട്. ഈ അപ്പുറത്തെ ഭാഗത്താണോ ആനയുള്ളത്? പാറിന്റെ ഇറക്കത്തില് കുങ്കിയാന എത്തിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സ്ഥിരമായിട്ട് നിങ്ങളൊക്കെ ആനശല്യം നേരിടുന്നവരാണ്. ഈ ആന ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ ആഴ്ചയില് ട്രെയിൻ റോഡ് കടത്തി അതുകൊണ്ടും ഇന്നലെ തന്നെ വന്നു. അങ്ങാപ്പുറത്ത് സ്കൂളുണ്ട്, ഭയങ്കര ഒത്തിരിയാണ്. കുട്ടികളെ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റില്ല. പല മേഖലകളിലും ഇത് ഉണ്ടാക്കുന്നുണ്ട്. മതിലൊക്കെ പൊളിച്ചു. ഇത് ഈ ആന എപ്പോഴും വലിയ ഒരു ശല്യമായി നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ സ്ഥിരം ഈ ആനയുടെ ദുരിതം ഇത് ദിവസത്തിന്റെ പരിപാടി. ഇങ്ങോട്ട് മുടിക്കുക, അങ്ങോട്ട് വരിക, അങ്ങോട്ട് മുടിക്കുക, ഇങ്ങോട്ട് വരിക. 2-3 ദിവസമായി നമ്മുടെ വീടിൻ്റെ അവിടെയാണ് ഇത് ചുറ്റിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് ശല്യം, ഭയങ്കര ശല്യം. ഇന്നലെ വന്ന് നമ്മുടെ വാഴയൊക്കെ തിന്ന് നാശമാക്കിയിട്ട് പോയിട്ടുണ്ട്. ഓടിച്ചു വിട്ടിട്ടും തിരിച്ചു വന്നു. 2 ദിവസമായി അവിടെ നിന്ന് ഓടിച്ചു വിട്ടതാണ്. ആ സാധനം ഇവിടെ നിന്ന് എവിടെയും പോകണില്ല. ഈ ഭാഗത്ത് തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വഴിയാണ് എങ്ങനെയാണ് എവിടെയാണ് ആന സ്പോട്ട് ചെയ്തിട്ടുണ്ട്? അതെന്തെങ്കിലും പറഞ്ഞു? ആന മായപ്പള്ളം പാറിന്റെ ചരിവിലേക്കാണ് സ്പോട്ട് ചെയ്ത് കണ്ടിട്ട് ഇപ്പോൾ 15ഓളം ഫോറസ്റ്റുകാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ പാറച്ചരിവിൽ കൂടെ ആട്ടി സ്കൂളിന്റെ ബാക്കിൽ കൂടെ ഉൾക്കാട്ടിലേക്ക് കയറ്റാനാണ് ഇപ്പോഴത്തെ ശ്രമം. അതായത് ഈ ഭാഗത്ത് വെച്ചാണ് ആനയെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വച്ചാണുള്ളത്. അവിടെ നിന്ന് അഗസ്റ്റിനെ എത്തിച്ച് കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ ഓടിച്ച് മറ്റു ഭാഗത്തേക്ക് ഉൾക്കാട്ടിലേക്ക് കയറ്റാനാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഒരു ശ്രമം നടത്തുന്നത്. അതിനുവേണ്ടി അഗസ്റ്റിൻ എന്ന് പറയുന്ന കാട്ടാനയാണ് ധോണിയിൽ നിന്ന് എത്തിച്ചിട്ടുള്ളത്. ഏകദേശം ഒരാഴ്ചയിലധികം 1.5 ആഴ്ചയിലധികമായി ഈ ആന ഈ പ്രദേശത്ത് തമ്പടിക്കുന്ന ഒരു സ്ഥിതിയാണ്. പലപ്പോഴും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. വീടുകളുടെ മതിൽ തകർക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ ആനയെ തുരത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് തന്നെ ആനയെ സ്പോട്ട് ചെയ്യുമ്പോൾ അത് ജനവാസ മേഖലയിലാണ് ഉള്ളത്, ഈ പ്രദേശത്താണുള്ളത് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് ഇനിയിപ്പോൾ ആനയെ കുങ്കിയാന ഉപയോഗിച്ച് അഗസ്റ്റിൻ എത്തിയിട്ടുണ്ട്. ആ കുങ്കിയാന ഉപയോഗിച്ച് ഓടിച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റണം. അതാണ് ഇനി വനം വകുപ്പിന് മുൻപിലുള്ള ദൗത്യം. ഇപ്പോൾ വനം വകുപ്പ് റേഞ്ചർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അവർ നമ്മളോട് ഇവിടെ സുരക്ഷിതമായി നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം അവർ ഈ വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ ആന ഒരുപക്ഷെ അവർ പദ്ധതിയിടുന്നത് ഈ വഴിയിലൂടെ, ആനയുടെ താര ഈ വഴിയാണ് ആന പോകാറ്. ഈ പാറയുള്ള ഭാഗത്തു കൂടിയാണ് പോകാറ്. അതൊന്നും കൂടി പാൻ ചെയ്ത് കാണിക്കാം. ഈ ഇപ്പോൾ ഒരു പടക്കം പൊട്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ആനയെ ഓടിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. അവിടെ നിന്ന് ഒരു പടക്കത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒരു സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ ആനയുടെ ഒരുപക്ഷെ സാന്നിധ്യം അറിഞ്ഞിട്ടായിരിക്കാം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചത്. ഇതിനുവേണ്ടി സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ ദൗത്യം വിജയകരമാകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.